നമുക്കൊപ്പം വിലങ്ങാട്ട് ജീവൻ നഷ്ടപ്പെട്ട മാത്യു മാഷിൻ്റെ മകൻ അജിലുണ്ട്. ഒപ്പം വിലങ്ങാട് പ്രദേശവാസിയെ ജോണി മുല്ലക്കുന്നിലുമുണ്ട്. ആദ്യം ഞാൻ അജിലിലേക്ക് പോകുന്നു. അജിൽ, ഏറെ വേദനയോട് കൂടിയാണ് നമ്മളെല്ലാവരും മാത്യു മാഷിൻ്റെ വിയോഗ വാർത്ത കേട്ടത്. ഒരുപക്ഷെ നമ്മൾ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉരുൾപൊട്ടിയതിൻ്റെ വലിയ ആഘാതത്തിലല്ലാതിരുന്നുവെങ്കിൽ കേരളം മുഴുവൻ ഇന്ന് ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമായി തീരുമായിരുന്നു വിലങ്ങാട്. ഞങ്ങളിതിൻ്റെ ആകാശ ദൃശ്യങ്ങളും ആഘാത പഠനത്തിൻ്റെ ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത്രമേൽ ഭീകരമായിരുന്നു ആ ഉരുൾപൊട്ടലിൻ്റെ തുടക്കം. മാത്യു മാഷ് യഥാർത്ഥത്തിൽ ഈ വീടിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടായേനെ, അല്ലേ അജിൽ? അതെ, ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ സഹായിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് എൻ്റെ അച്ഛൻ. അപ്പം വീട്ടിലിരിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട് ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആൾക്കാരെല്ലാം വിളിച്ച് ആൾക്കാരെയൊക്കെ ഒഴിപ്പിക്കാനൊക്കെ ആയിട്ട് ചെന്നതായിരുന്നു. അപ്പോൾ അങ്ങനെയൊരു കടയിൽപ്പെട്ട് ആ കടയോട് കൂടെ നമുക്കൊരു മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ആ മാതാവിൻ്റെ ഗ്രോട്ടോയും കൂടെ കൂട്ടി ആ ഉരുൾ വന്ന് അങ്ങനെ പോയതാണ്. അജിൽ, പലതവണ ഇതേപോലെയുള്ള സാധ്യതകളും മുന്നറിയിപ്പുകളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അഥവാ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ആദ്യത്തെ ഉരുൾപൊട്ടലിന് ശേഷം? 5 വർഷം മുമ്പ് നമ്മുടെ താഴെ വിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലൊരു സമാനമായ ഉരുൾപൊട്ടലുണ്ടായി. കുറച്ചധികം ജീവനുകൾ നഷ്ടപ്പെട്ടായിരുന്നു. അന്ന് നമുക്ക് കുറച്ച് താഴെയാണ് നമ്മുടെ വീട് ഇപ്പോൾ ഇരിക്കുന്നിടത്ത് നിന്ന്. ഇപ്പോൾ ഉരുൾ പൊട്ടിയിടത്തുനിന്ന് ഒരു 3 കിലോമീറ്റർ താഴെയാണ്. ഇപ്പോഴും അതുപോലെ സമാനമായ ആ മേഖലകൾ മൊത്തം ഉരുൾ പൊട്ടിയിട്ടുണ്ട്. അതെ, ആ ദൃശ്യങ്ങളിൽ പല പ്രഭവ കേന്ദ്രങ്ങൾ കാണുന്നുണ്ട് അജിൽ. അതായത് മാത്യു മാഷിൽ മാത്രമായി മരണം ഒതുങ്ങി എന്നുള്ളത് ആ നാടിനെ സംബന്ധിച്ച് അല്പം ആശ്വാസം പകരുന്നതാണ്. മാത്യു മാഷിൻ്റെ വിയോഗം തീരാവ്യഥയാണെങ്കിലും. പക്ഷേ ഈ പ്രഭവ കേന്ദ്രങ്ങൾ പലതായത് കാരണം അതിൻ്റെ ആഘാതശേഷി കൂടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് തിരിച്ചറിയാൻ സാധാരണ രീതിയിൽ ഈ 5 വർഷത്തിനിടയ്ക്ക് ഇതേപോലെയുള്ള അലേർട്ടുകൾ നിങ്ങൾ സ്വയം പങ്കുവയ്ക്കാറുണ്ടോ ഈ ഗ്രൂപ്പുകളിലൊക്കെ? ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ഒരുപാട് വാട്സപ്പ് കൂട്ടായ്മകളും ഇത്തരം കാര്യങ്ങൾ മുന്നറിയിപ്പ് നൽകാനുള്ളൊരു പ്രാദേശികമായിട്ടുള്ള വിനിമയ സംവിധാനവും അവിടെ ഉണ്ട് എന്നാണ്. അതെ, അങ്ങനെ ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. അങ്ങനെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജും പിന്നെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് അച്ഛൻ ഇറങ്ങി പുറപ്പെട്ടത് ആൾക്കാരെ സഹായിക്കാനൊക്കെ ആയിട്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു മീഡിയം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇവിടെ കുറച്ചധികം ആൾക്കാർ തന്നെ മരിച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിലരൊക്കെ ജീവനും കൊണ്ട് തൊട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് മുമ്പൊക്കെയാണ് അവർ ജീവനും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് ഈ സ്ഥലങ്ങളിൽ നിന്ന്. അജിൽ എന്താ ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ കാനഡയിൽ പഠിക്കുകയായിരുന്നു. ഞാനിപ്പം പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ 2 പേരും അവിടെ പഠിക്കുകയായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് അജിൽ നാട്ടിലുണ്ടായിരുന്നോ? ഇല്ല, ഞാനൊരു 2 മാസം ഇവിടെ വന്നിട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോയിട്ടിപ്പം തിരിച്ചു പോയിട്ട് 2 മാസം ആയതേ ഉള്ളൂ. ഞാനവിടെ ജോലിക്ക് കയറാനും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി ശരിയാക്കി ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു സംഭവം ഞാൻ അറിയുന്നത്. ഈ അജിൽ വന്ന് നോക്കുമ്പോൾ ആ നാട് തിരിച്ചറിയാത്ത വിധം ആ ഭാഗങ്ങളൊക്കെ മാറിപ്പോയിരുന്നു അല്ലേ? ശരിയാണ്, മനസ്സിലാകാത്ത രീതിയിൽ നമുക്ക് തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കാര്യങ്ങളുണ്ടായിരുന്നത്. ഫോട്ടോ കണ്ടപ്പോഴാണേലും നമ്മൾ അടുത്ത് ചെന്ന് കണ്ടപ്പോഴാണേലും മനസ്സിലാവുന്ന പോലില്ല. ഞാനൊക്കെ കളിച്ച് വളർന്ന സ്ഥലമാണ്. ഞാൻ ഒത്തിരി കയറിയിരുന്ന കടയാണ്. ആ കടയും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച മാതാവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ മാതാവിൻ്റെ ഗ്രോട്ടോ പോലും ഇപ്പോൾ ഇല്ലാതെ പൂർണ്ണമായിട്ട് ആ ഏരിയ തന്നെ നശിച്ചെന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. അജിൽ തിരിച്ചു വരാം. നമുക്കൊപ്പം ജോണി കൂടി ചേരുന്നുണ്ട്. ജോണി, മാത്യു മാഷിൻ്റെ വിയോഗം നിങ്ങൾ നാട്ടുകാർക്ക് എന്നതുപോലെ തന്നെ നമുക്കും വലിയ വേദനയാണ്. കാരണം മാത്യു മാഷ് വീടിനുള്ളിൽ ഇരുന്നെങ്കിൽ മാത്യു മാഷ് ഇപ്പോൾ ജീവനോടെ നമുക്കൊപ്പം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നാട്ടുകാരോട് വളരെ പെട്ടെന്ന് ആ സ്ഥലങ്ങളിൽ നിന്ന് മാറാനും രക്ഷപ്പെടാനും ഒക്കെ പറയാൻ വേണ്ടിയാണ് മാത്യു മാഷ് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ളൊരു അപായ സൂചന ഇങ്ങനെ പലതവണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുണ്ടായിരുന്നത് ശ്രീ ജോണി? ഞങ്ങൾ സാധാരണ ഈ വിലങ്ങാട് മഞ്ഞച്ചേളിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ആദ്യമായി ഉരുൾപൊട്ടിയത് മഞ്ഞച്ചേളി 2ാം തോടിനാണ്. തോട്ടിൽ അവിടെ ഉരുൾപൊട്ടിയതിന് ശേഷം 1 മണിക്കൂറിന് ശേഷമാണ് മഞ്ഞച്ചേളി പ്രധാന റോഡിൽ അടിച്ചിപ്പാറയിൽ ഉരുൾപൊട്ടലുണ്ടാകും. ആദ്യം ഉരുൾപൊട്ടിയത്
അടിച്ചിപ്പാറയിൽ നിന്ന് തന്നെയാണെങ്കിലും ജനവാസ കേന്ദ്രത്തിലൂടെയല്ല ഉരുൾപൊട്ടലുണ്ടായത്. കുറേയധികം ആൾക്കാരുടെ ഭൂമിയൊക്കെ നഷ്ടപ്പെട്ടു. അവിടെ അധികം വീടുകളൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ആദ്യത്തെ ഉരുൾപൊട്ടൽ കഴിഞ്ഞ് ഇപ്പോൾ തന്നെ മെസ്സേജായിട്ടും വാട്സപ്പിലൂടെയായാലും ഫോണിലൂടെയായാലും എല്ലാവരെയും വിവരമറിയിച്ചു. അതുകൊണ്ടാണ് 10ഓളം വീടുകളിൽ ഒരുപാട് വീടുകൾ ഈ വിലങ്ങാട് പ്രദേശത്ത് നിലംപരിശായി. അപ്പോഴും ആൾക്കാർക്കൊന്നും ഒരു പരിക്കും പറ്റാതിരുന്നത് ഒരുപക്ഷെ എല്ലാവരെയും മാറ്റാൻ കഴിഞ്ഞു. ഈ ആദ്യത്തെ ഉരുൾപൊട്ടുന്ന സമയം എപ്പോഴായിരുന്നു ജോണി? അത് നിങ്ങൾ അറിഞ്ഞത് ഈ വെള്ളത്തിന്റെ വരവ് കണ്ടാണോ? ആദ്യത്തെ ഉരുൾപൊട്ടുന്നത് ഏകദേശം 1 മണിയോടെയാണ്. 1 മണിയോടെ ഉരുൾപൊട്ടുന്നു. അപ്പോൾ തന്നെ എല്ലാ ആൾക്കാർക്കും ഇതിൻ്റെ മെസ്സേജുകൾ ഫോണിലൂടെയും ഫോൺ വിളിയിലൂടെയും എല്ലാവരെയും അറിയിക്കാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഈ ആൾക്കാരെ മുഴുവൻ, വിലങ്ങാടിൻ്റെ ഒരു വലിയ ഭൂപ്രദേശമാണ് വിലങ്ങാട്, ഒരു 3-4 ഇടവകകൾ, ആ പ്രദേശങ്ങളിലുള്ള മനുഷ്യരെ മുഴുവൻ ഈ വിവരം അറിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടലിൽ മരണം സംഖ്യ വളരെയേറെ കുറഞ്ഞത്. ഒരാൾ മാത്രമേ മരണത്തിന് കീഴ്പ്പെട്ടുള്ളൂ. എല്ലാവരും മാറാൻ കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വൻ ദുരന്തം വിലങ്ങാട് ഏറ്റുമാകുമായിരുന്നു. ജോണി, ഞങ്ങൾ ഇന്നിപ്പോൾ പുറത്തുവിട്ട ഈ ആഘാത പഠനം നടത്തിയ ഡ്രോൺ ഇമാജിനേഷൻസിൻ്റെ ദൃശ്യങ്ങളിൽ വല്ലാത്ത ഭീകരതയുണ്ട്. പല സ്ഥലങ്ങളിൽ 24 പ്രഭവ കേന്ദ്രങ്ങളെന്നാണ് ആധികാരികമായി പറയുന്നത്. എന്നാൽ നാട്ടുകാർ പറയുന്നത് 40ഓളം പ്രഭവ കേന്ദ്രങ്ങൾ ഉണ്ടാകാം എന്നാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ ഇപ്പോഴും വളരെ ദുർബലമായി തന്നെ തുടരുന്നുണ്ട്. ഭീതിതമാണല്ലേ ആ ഇടം? ഭീതിജനകമായ ഒരു പ്രദേശം എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ 1947-48 കാലഘട്ടത്തിലൊക്കെയാണ് ഇവിടെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറ്റമുണ്ടായത്. അതിനുശേഷം നമ്മളൊക്കെ ചെറിയ ചെറിയ ഉരുളുകളുണ്ടായി. 2019 ഒരു വിലങ്ങാട് ആലിമുലിയിൽ ഒരു ഉരുൾപൊട്ടലുണ്ടായി. 4 പേരുടെ ജീവൻ അപഹരിച്ചു. അതിനു മുമ്പ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും, ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആൾനാശമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രാവശ്യത്തെ ഉരുൾപൊട്ടലാണ് അതിലേറ്റവും ഭീതിജനകമായ അന്തരീക്ഷമുണ്ടാക്കിയത്. കാരണം വിലങ്ങാട് മഞ്ഞച്ചിളിയിൽ ഒരുപാട് കടകൾ, വായനശാല, അതുപോലെ ഒരുപാട് പേരുടെ വീടുകൾ എല്ലാം ഈ ആഘാതത്തിൽ ഒലിച്ചുപോയി. അതാണ് വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന ഒരു വാർത്ത. ഈ ജോണി, ഞാൻ അല്പസമയത്തിന് മുൻപ് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചു, മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. ഇപ്പോൾ വിലങ്ങാടിൻ്റെ കാര്യത്തിലൊരു പ്രത്യേക പരിഗണന നൽകുമെന്ന് മിനിസ്റ്റർ പറയുന്നു. അതൊരു പാക്കേജായി പ്രഖ്യാപിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെടുന്നത്. ശ്രീ ജോണി അടക്കമുള്ളവരും ആവശ്യപ്പെടുന്നത് അത് തന്നെയല്ലേ? തീർച്ചയായും വിലങ്ങാടിനെ സംബന്ധിച്ചിടത്തോളം വിലങ്ങാടിനെ വീണ്ടെടുക്കുവാൻ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി ഒട്ടേറെ ആളുകൾ മരണപ്പെടുകയും ഒരുപാട് പേരുടെ ഭൂമി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തു. വിലങ്ങാടും സമാനമായി, അത് ഏത് പ്രദേശത്ത് സംഭവിച്ചാലും വിലങ്ങാടിന് ഗൗരവതരമായി ഈ വിഷയത്തിൽ ഇടപെടണം. ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കണം. വിലങ്ങാട്ടിലെ റോഡുകൾ, പാലങ്ങൾ, ഒലിച്ചുപോയ വീടുകൾ, അതുപോലെ വീട്ടിൽ താമസയോഗ്യമല്ലാത്ത വീടുകൾ, ഇവയെല്ലാം നിർമ്മിക്കുവാൻ ഇവിടെ സർക്കാരിൻ്റെ സഹായമില്ലാതെ ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അനുകൂലമായ ഒരു തീരുമാനം എടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അജിൽ, അച്ഛൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ കഴിയില്ല. നമുക്ക് ആകെ സർക്കാരിനോട് പറയാൻ കഴിയുക ഈ വിലങ്ങാടിനൊരു പ്രത്യേക പാക്കേജ് വേണം എന്നാണ്. അജിലിൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, അമ്മ ഹൗസ് വൈഫായിരുന്നു. അച്ഛൻ അധ്യാപകനായിരുന്നു. 2 വർഷം മുമ്പാണ് അച്ഛൻ റിട്ടയർ ആയത്. ഓക്കെ. എനിക്ക് തോന്നുന്നു അമ്മയെ സംബന്ധിച്ചത് ഉൾക്കൊള്ളുന്നതിലും അധികമായിരുന്നിരിക്കണം. ഒരുപക്ഷെ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വളരെ പെട്ടെന്ന് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി പോയി അവർക്ക് വേണ്ടി രക്തസാക്ഷിയായ ഒരച്ഛനാണ്, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡാണ് മാത്യു. അമ്മയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും ആ വേദന. അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അജിലിൻ്റെ അഭിപ്രായത്തിൽ ഈ വിലങ്ങാടിനൊരു പ്രത്യേക പാക്കേജ് കൊണ്ടുവരികയും ഈ ഭൂമി നഷ്ടപ്പെട്ടവർക്കും വീട് നഷ്ടപ്പെട്ടവർക്കുമൊക്കെ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ സാധിക്കണം. അവർക്ക് അതൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ അജിലിൻ്റെ അച്ഛനെ കിട്ടില്ല എന്നത് ഉറപ്പാണ്. എങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി എന്താണ് അജിലിന് പറയാനുള്ളത്? സർക്കാരിൻ്റെ മുന്നിൽ നമുക്ക് വയ്ക്കാനുള്ളത് പ്രതിപക്ഷം ഇന്ന് ഉന്നയിച്ചതുപോലെ ഒരു പാക്കേജ് തന്നെയാണോ? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഒത്തിരി പേരുടെ വീടുകൾ നഷ്ടമായി. അവർ ഇത്രയും കാലം കാത്തുസൂക്ഷിച്ച അവരുടെ സ്വത്തുക്കൾ, അവരുടെ വീട്, അവരുടെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട ഒത്തിരി പേര് ഇവിടെയുണ്ട്. അവരുടെ എല്ലാം കണ്ണീര് ഞാൻ കണ്ടതാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ട സഹായം, അത് പാക്കേജ് ആണെങ്കിൽ പാക്കേജ് എന്ന രീതിക്ക്
അവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അജിലിൻ്റെ ഇനിയൊരു പ്ലാൻ എന്താ? തിരിച്ചു പോകുന്നുണ്ടോ കാനഡയ്ക്ക്? അമ്മ പക്ഷേ ഒറ്റയ്ക്കാവൂല്ലേ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പോകാതെ ഇരുന്നാൽ ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. അച്ഛൻ്റെ ആഗ്രഹമായൊരു വീട് ഞങ്ങൾ പണിയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ പാതി വഴിക്ക് നിർത്തിവെച്ചേക്കുവാണ്. അത് എനിക്കെങ്ങനെയും കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഞാനും അനിയനും ഉണ്ട്. എനിക്ക് അടുത്ത മാസത്തിനുള്ളിൽ പോയേ പറ്റുള്ളൂ. അപ്പോൾ അനിയനും ഒരു മാസം 1.5 മാസത്തിനുള്ളിൽ അവനും പോവും. അപ്പോൾ അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ചെറിയൊരു വിഷമമുള്ളത്. അത് എന്തെങ്കിലും ചെയ്യണം എന്നോർത്തിപ്പോൾ ഇരിക്കുന്നു. അതിനെക്കുറിച്ച് യാത്രയെ പറയാനുള്ളൂ. താങ്ക് യു അജിൽ. കാര്യങ്ങളൊക്കെ നന്നായി വരട്ടെ ഇനി എന്നല്ലേ നമുക്ക് പറയാൻ സാധിക്കൂ. കാലമുണക്കാത്ത മുറിവുകളില്ല എന്നതാണ് ചൂരൽമലയിലും വിലങ്ങാട്ടുമൊക്കെ നമ്മൾ പറയുന്നത്. താങ്ക് യു ശ്രീ ജോണി, താങ്ക് യു ശ്രീ അജിൽ. കാര്യങ്ങളൊക്കെ ഈ ഉണക്കും നമ്മുടെ മുറിവുകളെല്ലാം. പക്ഷേ നഷ്ടപ്പെട്ട തന്നെയാണ്. മാത്യു മാഷിൻ്റെ കാര്യം പ്രേക്ഷകർ ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം വീട്ടിലിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ ഫോൺ വരുമ്പോൾ ആ ആധിയിൽ ആ മനുഷ്യൻ ഇറങ്ങിത്തിരിക്കുകയാണ്. നാട്ടുകാരടുത്തെല്ലാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്നെങ്കിലും മാറണം. അങ്ങനെ കടയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് മാറണമെന്ന് പറയുന്നു. പക്ഷേ ആ സമയമാകുമ്പോഴേക്കും അവിടെയുള്ള പള്ളിയുടെ ഒരു കുരിശിടി അടക്കം വന്ന് ആ കട എടുത്തുകൊണ്ട് പോവുകയാണ്. അതിൽ പ്രിയപ്പെട്ട മാത്യു മാഷും വിലങ്ങാടിനും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്.